ഈനാം പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കൊച്ചിയിലെ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ. രൂപതയുടെ ഔദ്യോഗിക വിവരങ്ങൾ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും മാധ്യമങ്ങളെയും ഒക്കെ അറിയിക്കാൻ നിയുക്തരായവർ. പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ ഒട്ടും സുഖകരമല്ല, നിഷ്പക്ഷമല്ല. സഭാ മീഡിയ കമ്മീഷൻ വൺമാൻ ഷോ നടത്തുകയാണെന്ന് വിശ്വാസികൾ പറഞ്ഞാൽ ഒരു സംശയവുമില്ല. വിമതരെ പന പോലെ വളർത്തുന്നതിനായി തലതിരിച്ച് പ്രവർത്തിക്കുന്ന കമ്മീഷൻ കൊണ്ട് വിശ്വാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യം ഉയർന്നു തുടങ്ങി. സഭയുടെ ഔദ്യോഗിക വിവരങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കേണ്ട മീഡിയ കമ്മീഷൻ പക്ഷം ചേരുന്നത് നിന്ന് സഭയ്ക്കുള്ളിലെ ഏറ്റവും ഗൗരവകരമായ ചർച്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തർക്ക വിഷയമായി മാറുന്നു. ബിഷപ്പ് പാംപ്ലാനിയുടെയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിമതരെന്ന് വിളിക്കും അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന PR ഏജൻസിയായി മാറി എന്നതാണ് ഭൂരിഭാഗം വിശ്വാസികളും ഇപ്പോൾ വിമർശിക്കുന്നത്. എന്നാൽ അതിന്റെ പേര് മാറ്റി സീറോ മലബാർ വിമത PR ഏജൻസി എന്നാക്കുകയാണ് വേണ്ടത്. കമ്മീഷൻ മാറ്റിക്കളയണം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് വിശ്വാസികൾ മറ്റുള്ള വാർത്തകളെ ആശ്രയിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അതിലാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വാസികൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. മെത്രാന്മാരുടെ ഉറക്കം കെടുത്തുന്ന ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ചാനലുകൾ തന്നെയാണ് ഇപ്പോഴത്തെ അവരുടെ പേടിസ്വപ്നം. മീഡിയ കമ്മീഷൻ നിഷ്പക്ഷമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിശ്വാസികൾ ഇപ്പോൾ ഔദ്യോഗിക വാർത്തകളെക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് സമാന്തരമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും അൽമായ പോർട്ടലുകളെയും. ഇത് സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ അവർ പറയുന്നത് സത്യമാണ്. മീഡിയ കമ്മീഷന്റെ നിഷ്പക്ഷത വിരുദ്ധതയെ ചോദ്യം ചെയ്യുന്ന പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഏകപക്ഷീയമായാണ് അവർ വാർത്തകൾ വിതരണം ചെയ്യുന്നത്. സഭയിലെ ഏകീകൃത കുർബാന തർക്കത്തിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള വൈദികർക്കും അൽമായർക്കും മീഡിയ കമ്മീഷൻ ഒരിടവും നൽകില്ല. പകരം ബിഷപ്പ് പാംപ്ലാനിയുടെ നിലപാടുകളെ കുഴലൂതി സ്വാഗതം ചെയ്യുന്ന ന്യായീകരിക്കുന്ന വാർത്തകൾ വൈദികർ ഇവരുടെ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗിക ചാനലുകളിലൂടെ പുറത്തു വരുന്നത്. വിമർശകരെ അവഹേളിക്കൽ അത് ഒട്ടും കുറവില്ല മീഡിയ കമ്മീഷൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു PR ഏജൻസി. സഭാ നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണ വിശ്വാസികളെയും വൈദികരെയും സഭാ വിരുദ്ധരായി ആദ്യം ഈ മീഡിയ കമ്മീഷൻ മുദ്രകുത്തും. ആ ആക്ഷേപം ശക്തമാണ്. സഭയ്ക്കുള്ളിലെ ജനാധിപത്യ സ്വഭാവത്തെ ഇവർ ഇല്ലാതാക്കുകയാണ്. അതിരൂപതയിലെ വിമത അധികാരികൾ പറയുന്നതും പറയാതെ പോകുന്നതും മനസ്സിൽ കാണുന്നതുമൊക്കെ ഇവർ മീഡിയ കമ്മീഷൻ ഒപ്പിയെടുക്കും. അവർ അനർഗനിർഗളം അത് പുറത്തുവിടുകയും ചെയ്യും. എന്നാൽ വിശ്വാസികൾക്ക് അറിയേണ്ട ഒരു കാര്യങ്ങൾ, വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകൾ, അറിയിപ്പുകൾ ഒന്നും ഉണ്ടാകില്ല. ബിഷപ്പ് പാംപ്ലാനി നടത്തിയ ചില വിവാദ രാഷ്ട്രീയ പ്രസ്താവനകളെ സഭയുടെ ഔദ്യോഗിക നിലപാടെ വെള്ളപൂശാൻ ആരാണ് ഈ കമ്മീഷൻ അധികാരം കൊടുത്തത്? ഒരു മാസമായില്ല അവർ ഈ പ്രവൃത്തി ചെയ്തിട്ട്. ഇത് സഭയുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് കളങ്കപ്പെടുത്തിയത്. നിങ്ങൾ ഇടത് സർക്കാരിനെ വിമർശിച്ചോളൂ, KM മാണിയുടെ മകൻ ജോസ് കെ മാണി പിന്തുണച്ചോളൂ, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ വ്യക്തിപരമായി സൂക്ഷിക്കണം. നിങ്ങൾ പിതാക്കന്മാരാണ്, വൈദികരാണ്. വൈദികരെ പ്രതിനിധാനം ചെയ്യേണ്ടതാണ് മീഡിയ കമ്മീഷൻ. അപ്പോൾ തെറ്റ് പറ്റിയാൽ തിരുത്തേണ്ടത് നിങ്ങളാണ്. പിന്നെ ഔദ്യോഗിക കമ്മീഷന്റെ അല്ലെങ്കിൽ രൂപതയുടെ പേജുകളിൽ വരുന്ന വാർത്തകളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കമന്റുകൾ ഇവർ നിരന്തരം നീക്കം ചെയ്യും. വിശ്വാസികളുടെ പ്രതിഷേധം പുറലോകം അറിയിക്കാതിരിക്കാൻ ഇവർ കമന്റ് ബോക്സുകൾ അടച്ചു പൂട്ടും. ഒരു ആത്മീയ സ്ഥാപനത്തിന്റെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മീഷന് പറ്റുന്ന പരിപാടിയല്ലേ ഇതെന്ന് അവസരമായി പറയുന്നു. ചില മാറ്റങ്ങൾ അത്യാവശ്യമേ കൊണ്ടുവരേണ്ടതുണ്ട്. അൽമായ പങ്കാളിത്തം മീഡിയ കമ്മീഷൻ ഉറപ്പുവരുത്തണം. വിമത നേതാക്കളെ സന്തോഷിപ്പിക്കാനായി പാസൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച ഒരു സർക്കസ് ഇപ്പോൾ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ, അതുപോലെയാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയാനുമില്ല. മാധ്യമരംഗത്ത് പ്രാവീണ്യമുള്ള നിഷ്പക്ഷമതികളായ സാധാരണ വിശ്വാസികളെ മീഡിയ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മെത്രാന്മാരുടെ മാത്രം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതി ഇതിലൂടെ മാറ്റാൻ പറ്റും. സഭയുടെ തീരുമാനം കമ്മീഷനോട് വരട്ടെ, അത് മാധ്യമ രംഗത്ത് പരിചയമുള്ളവർ ചേർന്ന് തയ്യാറാക്കട്ടെ. തർക്ക വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കും വിയോജിപ്പുകൾക്കും മാന്യമായ സുതാര്യതയോടെയുള്ള ഇടം മീഡിയ കമ്മീഷൻ ഇനിയെങ്കിലും നൽകണം. വിമർശിക്കുന്നവരെ ശത്രുക്കളെ കാണുന്ന ആ രാഷ്ട്രീയ രീതി അവസാനിപ്പിക്കണം. അത് രാഷ്ട്രീയക്കാർക്കുള്ളതാണ്. രാഷ്ട്രീയ വിമുക്തമാക്കൽ തന്നെയാണ് അടുത്തത്. സഭയുടെ മാധ്യമങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ആശയത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കരുത്, ഉപയോഗിക്കരുത്. ഒരു വിഭാഗത്തെ നിങ്ങൾ അവഹേളിച്ചാൽ അതിന് മറുപടി നൽകാൻ ബാധ്യസ്ഥരായ ഒരു സമിതി വേണം. തെറ്റായ വിവരങ്ങൾ നൽകിയാലും അത് തിരുത്താനുള്ള ഒരു സമിതി വേണം. അല്ലെങ്കിൽ മീഡിയ കമ്മീഷൻ വെളുക്കാൻ തേക്കുന്നതൊക്കെ വെളുപ്പാകില്ല, പാണ്ടായി തുടരുമെന്ന് ഓർത്തോണം.